മാംഗാനി വാക്പ്രാണശ്ചക്ഷുഃ ശ്രോത്രമഥോ ബലമിന്ദ്രിയാണി ച സർവാണി സർവം ബ്രഹ്മോപനിഷദം നാഹം ബ്രഹ്മ നിരാകുര്യാം മാ ബ്രഹ്മ നിരാകരോത നിരാകരണമസ്ത്വനിരാകരണം മേസ്തു തദാത്മനി നിരതേയ ഉപനിഷത്സു ധർമാഃ തേ മയി സന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. കരണങ്ങളെ മുഴുവൻ പ്രവർത്തിപ്പിക്കുന്നത് ഏതൊരു ഇച്ഛയാണ്? എന്താണ് സകല കരണപ്രവൃത്തിക്കും അടിസ്ഥാനം? ഞാൻ ആര്? ഇതാണ് ചോദ്യം. അവിടെ കരണങ്ങളുടെ കരണം എന്ന നിലയ്ക്ക് ബാഹ്യാന്തകരണങ്ങളെ മുഴുവൻ പ്രവർത്തിപ്പിക്കുന്ന ആത്മചൈതന്യത്തെ ബോധിപ്പിച്ചു. ആ അറിവോടുകൂടെ ഉപാധികളിലുള്ള ഞാനെന്ന അഭിമാനത്തെ അതിക്രമിക്കുന്നത് പറഞ്ഞു. അങ്ങനെ അതിക്രമിച്ചാൽ അമൃതനായി ഭവിക്കുന്നു പറഞ്ഞു. ഇതാണ് കേനോപനിഷത്തിൻ്റെ മുഴുവൻ സൂത്രം. ആ സൂത്രത്തിൻ്റെ വിസ്തരണമാണ് ബാക്കിയെല്ലാം. അപ്പോൾ അവിടെ ഇന്ദ്രിയങ്ങളോ മനസ്സോ ബുദ്ധിയോ പ്രവർത്തിക്കില്ല. അത് പറയേണ്ടി വന്നത് എപ്പോഴാണ്? അമൃതത്വത്തെ നേടുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിലേക്ക് തൽപരരായിട്ട് അറിയാൻ ഇച്ഛിക്കും. നമ്മൾ അറിയാൻ ഇച്ഛിക്കുമ്പോഴാണ്, അറിഞ്ഞാൽ മുക്തിയായി എന്ന് പറഞ്ഞപ്പോൾ അറിയാൻ ഇച്ഛിച്ചപ്പോഴാണ് പറയണത് അവിടെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കില്ല, മനസ്സ് പ്രവർത്തിക്കില്ല, ബുദ്ധി പ്രവർത്തിക്കില്ല. അവസാന പ്രതീക്ഷ ഗുരുനാഥൻ ഉപദേശിക്കുമെന്നായിരുന്നു. അപ്പോൾ പറഞ്ഞു ഇതിനെങ്ങനെയാണ് ഉപദേശിക്കേണ്ടതെന്ന് നമുക്കറിയില്ല. അത്യന്തം അധികാരിയായ സാധകൻ ഗുരുവിൻ്റെ വാക്കിലെ ദൃഢത മാത്രം ആലംബമാക്കി അവിടെ തന്നെ ഇരിക്കും. അപ്പോഴാണ് ആഗമോപദേശം അന്യദേവ തദ്വിദിതാത് അഥോ അവിദിതാത് അധി. എങ്ങനെ അതിനെ അനുസന്ധാനം ചെയ്യണം പറഞ്ഞു. പ്രതിബോധ വിദിതം മതം അമൃതത്വം ഹി വിന്ദത്തെ. ഇനിയൊന്നും പറയാനില്ല. പറയാനുള്ള മുഴുവൻ പറഞ്ഞു. ഇനിയിപ്പോൾ എന്താ പറയാനുള്ളത്? ഇന്നും പറയാമല്ലോ. നാട്ടുവർത്താനം പറഞ്ഞിരിക്കുക, അത്രയേ ഉള്ളൂ. എന്തിനാ നാട്ടുവർത്താനം പറഞ്ഞിരിക്കണേ? ഇതിനെ ബോധിപ്പിക്കാനുള്ള കഥകളോ ദൃഷ്ടാന്തങ്ങളോ അർത്ഥവാദങ്ങളോ ഒക്കെ പറയാം. അല്ലാണ്ട് ആശയം ഇതിനി മുകളിലൊന്നും പറയാനില്ല. അതുകൊണ്ട് അത്യന്ത കാരുണ്യത്തോടുകൂടെ അത്യന്ത സ്നേഹത്തോടുകൂടെ ശ്രുതി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇഹ ചേദവേദീത് അഥ സത്യമസ്തി ന ചേദിഹാവേദീത് മഹതി വിനഷ്ടിഃ ഭൂതേഷു ഭൂതേഷു വിജിത്യ ധീരാഃ പ്രേത്യാസ്മാല്ലോകാത് അമൃതാ ഭവന്തി. ഇഹ ചേദവേദീത് അഥ സത്യമസ്തി ന ചേദിഹാവേദീത് മഹതി വിനഷ്ടിഃ ഭൂതേഷു ഭൂതേഷു വിജിത്യ ധീരാഃ പ്രേത്യാസ്മാല്ലോകാത് അമൃതാ ഭവന്തി.
ഇഹ അവേദീതി ചെയ്ത് ഇവിടെ അറിഞ്ഞുവെങ്കിൽ എന്ത് അന്യദേവ തദ്വിദിതാത് അഥോ അവിദിതാത് അധി എന്ന് പറഞ്ഞത്. അതിനുള്ള ദ്വാരം പറഞ്ഞു തന്നു. പ്രതിബോധ വിദിതം മതം. ആ പ്രതിബോധ വിദിതം മതം എന്നുള്ളതിൻ്റെ സൂത്രം തൊട്ട് മുമ്പുണ്ട്. യസ്യാമതം തസ്യ മതം. ഇതിൽ പേരൊന്നും പറയാനില്ല. അപ്പം ഇത് ഇവിടെ അറിഞ്ഞുവെങ്കിൽ, എന്താ ഇവിടെ പറഞ്ഞാൽ ഈ മനുഷ്യ ജീവിതത്തിൽ, മനുഷ്യജന്മത്തിൽ ഇപ്പോൾ മരിച്ചു പോയിട്ടല്ല, ഏറ്റവും പരമമായ സുഖഹേതുവാകുന്ന ബ്രഹ്മലോകത്തെക്കുറിച്ച് പോലും നമ്മൾ ചിന്തിച്ചു. ശരിയാണ്, ഏറ്റവും പരമമായ സുഖഹേതുവാകുന്നതാണ് ബ്രഹ്മലോകമെന്ന് വിശ്വസിക്കാം. അറിയില്ല, വിശ്വസിക്കാം. എന്നാൽ അവിടെയും ജ്ഞാനത്തിന് മനുഷ്യനോളം അധികാരമില്ല. ജ്ഞാനപ്രാപ്തിക്ക് ഏറ്റവും അധികാരമുള്ള ജന്മമാണ് മനുഷ്യജന്മം. അതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഛാദയാതപയോരിവ ബ്രഹ്മലോകേ, വെയിലും നിഴലും പോലെയാണ് ബ്രഹ്മലോകത്തിൽ ആത്മജ്ഞാന സാമർഥ്യം. യഥാപ്സു പരീവദൃശേ തഥാ ഗന്ധർവലോകെ, വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ ഇളകുന്ന ജലോപരിതലത്തിൽ പ്രതിബിംബം കാണുന്നത് പോലെയാണ് സ്വർഗലോകത്തിലും മറ്റും ജ്ഞാനത്തിന് അധികാരം. എന്നാൽ മനുഷ്യലോകത്തിലോ യഥാദർശേ, കണ്ണാടിയിൽ വിവിക്തമായി സ്പഷ്ടമായി പ്രതിബിംബം കാണുന്നത് പോലെ ജ്ഞാനാധികാരം മനുഷ്യലോകത്തിലുണ്ട്. ഇപ്പം ദേവന്മാരെക്കാളും, എന്തിന് ബ്രഹ്മലോകവാസികളെക്കാളും പോലും ജ്ഞാനാധികാരമുള്ളവരാ നമ്മൾ. എന്നിട്ട് അത് ഉപയോഗിക്കാതെ കണ്ട് ചത്തുപോയാൽ എന്തൊരു കഷ്ടമാണെന്നാണ് പറയുന്നത്. നമ്മൾ പദഭാഷ്യം പഠിക്കുന്നില്ല, ഇപ്രാവശ്യം വാക്യഭാഷ്യമാണ് പഠിക്കുന്നത്. എങ്കിലും ഈ മന്ത്രത്തിൻ്റെ പദഭാഷ്യം ഒന്ന് നോക്കൂ. കഷ്ടാഖലു സുരനരതിര്യക്പ്രേതാദിഷു സംസാര ദുഃഖ ബഹുളേഷു പ്രാണിനികായേഷു ജന്മജരാ മരണരോഗാദി സംപ്രാപ്തി. ഇതൊരു കഷ്ട, മനുഷ്യനായി പറഞ്ഞിട്ടും ഇതാണല്ലോ ഗതി. എന്താണ് കഷ്ടാഖലു? ഖലു നിശ്ചയമായും വല്ലാത്ത കഷ്ടം തന്നെ. നമ്മളെ നോക്കിയിട്ട് ശ്രുതി ഇങ്ങനെ സകരുണം പറയുകയാണ്. കഷ്ടം കഷ്ടം കഷ്ടം. കഷ്ടാഖലു സുരനരതിര്യക് പ്രേതാദിഷു, ദേവന്മാർ, തിര്യക്കുകൾ, മനുഷ്യന്മാർ, ദേവന്മാർ, മനുഷ്യന്മാർ, തിര്യക്കുകൾ, പ്രേതങ്ങൾ തുടങ്ങി സംസാര ദുഃഖ ബഹുളേഷു പ്രാണിനികായേഷു, സംസാര ദുഃഖം നിറഞ്ഞ പ്രാണി ശരീരങ്ങളിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുകയാണല്ലോ ഈ മനുഷ്യനായി ജനിച്ചിട്ട് പോലും എന്ന് പറയുകയാണ്. അപ്പോൾ ചിലപ്പോൾ ചിലർക്ക് സംശയം തോന്നും, ദേവന്മാർക്കും സംസാര ദുഃഖമുണ്ടോ? ഇല്ലാണ്ട് സുഖമുണ്ടെങ്കിൽ ദുഃഖം ഉണ്ടാവില്ലേ? ഇല്ല. സുഖം ഉണ്ടെങ്കിൽ അതിൻ്റെ മറുഭാഗമായിട്ട് ദുഃഖം ഉണ്ടാവില്ല. അല്ല, ദുഃഖം ഇല്ലാത്ത സുഖം ആർക്കെങ്കിലും അറിയോ? എന്നാൽ സുഖത്തിനും തീക്ഷ്ണത കുറവാകും. ദുഃഖത്തിന് തീക്ഷ്ണത കുറവാണ് എങ്കിൽ സുഖത്തിനും തീക്ഷ്ണത കുറവാകണം. കാരണം രണ്ടും ഒന്നിൻ്റെ ഇരുവശങ്ങളാണ്. അത് വിട്ടുപോകുമ്പം ദുഃഖം. ദാ എടോ, നിൻ്റെ ദേവയോനിയുടെ കാലം കഴിയാനായിട്ടോ 2 കൊല്ലം കൊണ്ട് നിൻ്റെ പദവി നഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ നമ്മളോട് ഇപ്പോൾ ഒരാൾ പറയണ അത്രയല്ല അവർക്ക് ദുഃഖം ഉണ്ടാവുക. നമുക്ക് പറയാണ്, സ്വാമി നിങ്ങളെ കാറ്റ് പോകാൻ ഇത്ര കൊല്ലമേ ഉള്ളൂ പറഞ്ഞാൽ വലിയ പ്രയാസമൊന്നുമില്ല, കാരണം അത്രയേ ഇവിടെ സുഖമുള്ളൂ. നേരെ മറിച്ച് ദേവലോകത്തു നിന്നാണ് പറയണത് വെച്ചാലോ വലിയ ദുഃഖമായിരിക്കും. അയ്യോ, ഇത് വിട്ടു പോകണ്ടേ, ഞാൻ ഈ സുഖങ്ങളൊക്കെ ഉപേക്ഷിച്ച് പോകണ്ടേ എന്നാവും. ഒരാൾ നാട്ടിൽ അങ്ങനെ ജീവിച്ചു പോവുക,
വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ഒരു നേരം കഞ്ഞി കുടിക്കാൻ സുഖമായിട്ടുണ്ട്. വലിയ കേമായിട്ട് കറികളൊന്നും ഇല്ലെങ്കിലും ഒരു ചെറിയൊരു തൊട്ടുകൂട്ടാനൊക്കെ ഉണ്ട്. അങ്ങനെ സുഖമായിട്ട് തൻ്റെ കുടിലിൽ കഴിഞ്ഞു പോവുക സന്തോഷമായിട്ട്. അപ്പോഴൊരാൾ പറയണത്, എടോ ഇതൊന്നും അല്ല ജീവിതം. പിന്നെ ജീവിതം എന്താണ്? ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു 7 സ്റ്റാർ ഹോട്ടലിൽ. എന്താ അവിടെ പോയിട്ട് കാര്യം? അവിടെ എന്നാ സുഖങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇയാളെ മനസ്സിൽ ചെറിയൊരു ഇളക്കം വന്നു, എനിക്ക് അവിടെ ഒന്ന് പോയി താമസിക്കണം എന്നുണ്ട്. ഞാൻ ശരിയാക്കി തരാം, മുഴുവൻ ഞാൻ സ്പോൺസർ ചെയ്യാം. എത്ര കാലത്തേക്ക്? 30 ദിവസത്തേക്ക്. സന്തോഷം. അങ്ങനെ അവൻ കുടിലിൽ നിന്ന് 7 സ്റ്റാർ ഹോട്ടലിൽ പോയി താമസിക്കുക. എന്താ സുഖം! ആയി അപാര സുഖം. സുഖത്തിൽ അങ്ങനെ മതിമറന്ന് കഴിയുക. ഒരു 15 ദിവസം ആകുമ്പോഴത്തേക്ക് ചെറിയൊരു വേവലാതി എവിടുന്നോ തുടങ്ങി. ഇത് ഇനി 15 ദിവസം കൂടിയല്ലേ ഉള്ളൂ. 14 ദിവസമായപ്പോൾ വേവലാതി കൂടി, 13 ബാക്കിയായപ്പോൾ വീണ്ടും കൂടി. കൗണ്ട് ഡൗൺ ആണ്. 12 ആയപ്പോൾ വീണ്ടും, 10 ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ ആകെ പരിഭ്രമവും ഒക്കെ ആയി. ഒരു 5 ദിവസമൊക്കെ ബാക്കിയായപ്പോഴത്തേക്ക് നടക്കാൻ തന്നെ വയ്യ, ക്ഷീണം. ശരി, ഒരുവിധം 30-ാം ദിവസമായി. അവിടുന്ന് കഴുത്തിന് പിടിച്ച് പുറത്താക്കി. കാരണം ഇയാൾ സ്പോൺസർ ചെയ്തത് 30 ദിവസത്തെ പേയ്മെൻ്റ് അടച്ചിട്ടുള്ളത്. ഇനി എങ്ങോട്ട് വരണം ഈ പാവം? തൻ്റെ പഴയ കുടിലേക്ക്. അവിടെ ഇനി സന്തോഷം ഉണ്ടാവുമോ? ഇത് അനുഭവിച്ചു പോയില്ലേ? ഇടക്കാലത്ത് 30 ദിവസം ഇത് അനുഭവിച്ചു പോയില്ലേ? ഇനി നേരത്തെ സുഖം അവിടെ ഉണ്ടാവുമോ? സന്തോഷം ഉണ്ടാവുമോ? ഇമം വാ ഹീനതരം വാ വിശന്തി. ഈ മനുഷ്യലോകത്തെയോ ഇതിനേക്കാൾ ഹീനമായതിനെയോ പ്രാപിക്കുന്നു. ഇമം വാ ഹീനതരം വാ വിശന്തി. അപ്പോൾ അവർക്ക് സുഖം കൂടുതലുണ്ടെങ്കിൽ ദുഃഖവും കൂടുതലുണ്ടാവണം. അത് കേവല യുക്തിയാണ്. അതാണ് കഷ്ടാഖലു സുരനര തിര്യക് പ്രേതാദിഷു ദുഃഖബഹുളേഷു പ്രാണിനികായേഷു. അങ്ങനെ ജനിക്കുക തന്നെ എന്ന്. ഇതൊക്കെ സാധ്യത ഉണ്ടായിട്ടും, ഇത്രയ്ക്കൊക്കെ ജ്ഞാന സാമർഥ്യത്തോടു കൂടി ജനിച്ചിട്ടും എന്താ ചെയ്യുക? അതുകൊണ്ട് കാരുണ്യത്തോടു കൂടി ശ്രുതി പറയുകയാണ്, ഇഹ അവേദീത് ചെയ്ത്, ഇവിടെ അറിഞ്ഞുവെങ്കിൽ. എത്ര ജീവയോനികളാന്ന് നമുക്കറിയില്ല. ആചാര്യന്മാർ ചില സ്ഥലങ്ങളിൽ 84 ലക്ഷം ജീവയോനികളെക്കുറിച്ചൊക്കെ പറയും. 84 ലക്ഷം സ്പീഷീസുകളെക്കുറിച്ച്. ഇതിലേറ്റവും മികച്ചതായിട്ട് മനുഷ്യനെ പറയുന്നു. ദുർലഭം മാനുഷം ജന്മ ഇത്യാദി. എന്താ ഇപ്പം മനുഷ്യൻ്റെ കേമത്വം? എന്താ കേമത്തമുള്ള? ഇന്ദ്രിയങ്ങൾക്ക് വലിയ കേമത്വമൊന്നും അവകാശപ്പെടാനില്ല. ശരീരക്ഷമതയ്ക്ക് വലിയ കേമത്വമൊന്നും അവകാശപ്പെടാനില്ല. ഇന്ദ്രിയങ്ങൾ നമുക്ക് നോക്കിയാൽ കാണാത്തത്ര ഉയരത്ത് പറക്കുന്ന പരുന്ത് നമുക്ക് നോക്കിയാൽ കാണാത്തത്ര പുഴുവ വരെ കാണുന്നു. എന്താ അവരുടെ കണ്ണിൻ്റെ ശക്തി? 400 കിലോമീറ്റർ ദൂരെയുള്ള ഇണയുടെ ശബ്ദം കേൾക്കുന്നു തിമിംഗലം. എന്താ അവരുടെ ശ്രവണശക്തി? എവിടെയെങ്കിലും ഒരു തരി പഞ്ചസാരയോ ശർക്കരയോ വീണ് കഴിഞ്ഞാൽ എവിടുന്നാന്നറിയില്ല ഉറുമ്പ് വരുന്നത്. എവിടുന്നാ അവരുടെ മണക്കാനുള്ള ശക്തി? എവിടുന്നാ വരുന്നത്? ഇല്ലേ? അതെ, ഒരു ജന്തു വീണ് ചത്താൽ മതി, എവിടുന്നൊക്കെയാണ് വരുന്നത് ഉറുമ്പ്? അതെങ്ങനെ അറിയണേ അവരുടെ മണക്കാനുള്ള ശക്തി എന്താ? ഇങ്ങനെ ഓരോന്നും. അതുപോലെ തന്നെ കർമ്മേന്ദ്രിയങ്ങളുടെ ഒക്കെ ഇല്ലേ? അതെ, ഒരു ഉറുമ്പിനെ പിടിച്ച് വെള്ളത്തിലിട്ട് നോക്കോ, അത് സുഖമായിട്ട് നീന്തിപ്പോവും. ഒരു ആനക്കുട്ടീനെ പിടിച്ച് വെള്ളത്തിലിട്ട് നോക്കോ, അത് സുഖമായി നീന്തിപ്പോവും. ഒരു മനുഷ്യക്കുട്ടീനെ പിടിച്ച് വെള്ളത്തിലിട്ട് നോക്കോ, അത് മുങ്ങിച്ചാവും. ഇല്ല? എന്താ നമ്മളെവിടെയൊക്കെ ഈ ഇലകളൊക്കെ വീണ് വ്യാപിച്ചു കഴിഞ്ഞാൽ
ഒരു തരം ഷഡ്പദം, ത്രികോണാകൃതിയിലുള്ള ഷഡ്പദത്തെ കാണാം. അവരെണ ചേർന്ന് നടക്കും, ആണും പെണ്ണും. ആഴ്ചകളോളം ഇണ ചേർന്ന് നടക്കി. മനുഷ്യന് ചിന്തിക്കാൻ പറ്റുമോ? മനുഷ്യന് ചിന്തിക്കാൻ പറ്റുമോ? ബാക്കി പോട്ടെ. ആഴ്ചകളോളം ഇണ ചേർന്ന് നടക്കുക സ്ത്രീ പുരുഷന്മാർ. ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ കർമ്മേന്ദ്രിയങ്ങൾക്ക്, ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് ഒന്നും ഒരു കേമത്വം മനുഷ്യന് അവകാശപ്പെടാനില്ല. ആകെക്കൂടെ അവകാശപ്പെടാനുള്ളത് ബ്രഹ്മാവലോകദിഷണം പുരുഷം വിധായ മുതമാപദേവ. ശ്രീമദ് ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ മനുഷ്യ മഹിമ പറയും. പരമസത്യത്തെ കണ്ടെത്താനുള്ള വിശേഷ ബുദ്ധിയാണ് മനുഷ്യൻ്റെ ആകെക്കൂടിയുള്ള കോപ്പ്, വേറെ ഒന്നുമില്ല. അതോടുകൂടി ഇവിടെ ജനിച്ചിട്ടും നീ അതിലേക്ക് എത്തുന്നില്ല വെച്ചാലോ കഷ്ടാഖലു, വല്ലാത്ത കഷ്ടം തന്നെയെന്നാണ് പറയണത്. അതുകൊണ്ട് ഇവിടെ ഈ മനുഷ്യജന്മം കിട്ടിയ സ്ഥിതിക്ക് ഇപ്പം കിട്ടിയല്ലോ, അല്ല അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അതിൽ അഭിപ്രായ വ്യത്യാസം ആർക്കും ഇല്ലാന്ന് വിചാരിക്കാം. അടുത്തപ്പോൾ അത് കിട്ടുന്നല്ലോ ഉറപ്പുണ്ടോ? അല്ല സ്വാമി, മനുഷ്യൻ വീണ്ടും മനുഷ്യനാവും. ആരെ പറഞ്ഞു? ഒരച്ഛൻ 2 മക്കൾക്ക് 10,000 രൂപ വീതം കൊടുത്തു. ഇത് നല്ലപോലെ സദുപയോഗം ചെയ്ത് കച്ചവടം ചെയ്തിട്ട് നാളെ എന്നോട് പറയൂ, അല്ലെങ്കിൽ അടുത്ത ആഴ്ച എന്നോട് പറയൂ. ഒരാൾ അടുത്ത ആഴ്ച പറഞ്ഞു, അച്ഛാ ദാ ഞാൻ കച്ചവടം ചെയ്തിട്ട് 20,000 റുപ്യ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റേയാൾ പറഞ്ഞു, അച്ഛാ ഞാനൊരു 10,000 കടാക്കിയിട്ടുണ്ട്. ആർക്കാ അച്ഛൻ വീണ്ടും കൊടുക്കുക? ലാഭം ഉണ്ടാക്കിയ ആൾക്കല്ലേ കൊടുക്കുള്ളൂ, മറ്റേ ആൾക്ക് കൊടുക്കുമോ? ഇല്ല. അപ്പം നമുക്ക് സിദ്ധമായ വിഭവത്തെ ഉപയോഗിക്കാൻ കഴിയുന്നവനെ അതിനനുസരിച്ച് ഉയർച്ച ഉണ്ടാവുള്ളൂ, അല്ലാത്തവനുണ്ടാവില്ല. ഉണ്ടാവുമോ? ഉണ്ടാവില്ല. പിന്നെന്താ? ചിന്തിക്കുക. അപ്പം മനുഷ്യനാവുന്ന പോലെ ഉറപ്പുണ്ടോ? ഒരുറപ്പുമില്ല. അപ്പം ഇപ്പം കിട്ടിയത് ഉപയോഗിക്കുക. അതാണ് ഇഹ ചേതവേദി. ഇത് ഇവിടെ അറിഞ്ഞുവെങ്കിൽ, അറിയാൻ ശ്രമിച്ചെങ്കിൽ, അറിയാനുള്ള ജീവിതക്രമം പാലിച്ചെങ്കിൽ എന്താ അത്? എന്താ? പ്രതിബോധവിദിതം മതം. എങ്കിൽ സത്യമസ്തി, ധന്യായിട്ടോ, സത്യമായി, ജീവിതം സഫലായി, സാർത്ഥകായി, നന്നായി അർത്ഥം. സത്യമസ്തി, സത്യമായി. മറ്റൊരു സാധ്യത ഉണ്ടല്ലോ, ന ചേതി ഹാവേദീത്. ഇവിടെ മനുഷ്യനായി ജനിച്ചിട്ടും അറിഞ്ഞില്ലാച്ചാലോ? അവിടെയും ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ചെയ്ത് അങ്ങനെയാണെങ്കിലോ, ഇവിടെ മനുഷ്യനായി ജനിച്ചു, ആകെക്കൂടെയുള്ള വിശേഷം വിശേഷബുദ്ധിയാ പറഞ്ഞു. പക്ഷിയായി കഴിഞ്ഞാൽ പറന്നാൽ അതിൻ്റെ കൃതാർത്ഥതയായി. കാരണം അതിന് പക്ഷമാണ് വിശേഷമുള്ളത്. മനുഷ്യനാകൂടെ വിശേഷമായിട്ടുള്ള വിശേഷബുദ്ധിയാണ്. അതോടുകൂടി ജനിച്ചിട്ടും ന ചേതി ഹാവേദീത്, ഇവിടെ മനുഷ്യനായി ജനിച്ച് വസിച്ചിട്ടും അത് പ്രാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ? ഉപനിഷത്ത് മറ്റൊന്നും പറയുന്നില്ല. മഹതീ വിനഷ്ടി, അത് മഹാവിനാശമായിപ്പോയി, നഷ്ടമായിപ്പോയി, ബാല്യ കഷ്ടമായിപ്പോയി. അതുകൊണ്ട് അറിയാൻ ശ്രമിക്കൂ, അറിയാൻ ജീവിതത്തെ സമർപ്പിക്കൂ. ഭൂതേഷു ഭൂതേഷു വിചിത്യ ധീരാഹ, ധീരന്മാരായിട്ടുള്ളവർ. ഭൂതേഷു ഭൂതേഷു വിചിത്യ, സകല ഭൂതങ്ങളിലും അന്വേഷിച്ചിട്ട് എന്താണ് ഉണ്മ, എന്താണ് സകല കരണങ്ങളെയും പ്രവർത്തിപ്പിക്കുന്ന ചൈതന്യ സ്വരൂപം എന്ന് സകല ഭൂതങ്ങളിലും അന്വേഷിച്ചിട്ട് ആർക്കേ അത് സാധിക്കൂ? ധീരാഹ, ധീരന്മാർക്കേ സാധിക്കൂ. ധീരന്മാർക്ക് മാത്രമുള്ളതാണ് സത്യാന്വേഷണം. പ്രേത്യ അസ്മാൽ ലോകാത്, ഈ ലോകത്തിൻ്റെ കെട്ടുപാടുകളിൽ നിന്ന് ഉയർന്നിട്ട് അമൃതാ ഭവന്തി, അമൃതന്മാരായി ഭവിക്കുന്നു.
നോക്കൂ, വള്ളി പുള്ളി മാറാതെയാണ് പറയണത്. നേരത്തെ പറഞ്ഞ അതേ വാക്ക്. എന്താ? പദദാരിദ്ര്യം കൊണ്ടാ, പദദൗർലഭ്യം കൊണ്ടാ. നേരത്തെ പറഞ്ഞ അതേ വാക്കല്ലേ ഇപ്പത്. ന തത്ര ചക്ഷുർഗച്ഛതി ന വാഗ്ഗച്ഛതി. അതവിടെ അല്ലല്ലോ, അതിനു മുമ്പല്ലേ. ശ്രോത്രസ്യ ശ്രോത്രം മനസോ മനോ യത് വാചോഹ വാചം സൗ പ്രാണസ്യ പ്രാണഃ ചക്ഷുഷ ചക്ഷുഃ അതിമുച്യ ധീരാഃ. കഴിഞ്ഞു. പ്രേത്യാസ്മാൽ ലോകാത് അമൃതാ ഭവന്തി. അതേ വാക്ക് വള്ളി പുള്ളി മാറാതെ. ധീരാഃ പ്രേത്യാസ്മാൽ ലോകാത് അമൃതാ ഭവന്തി. ഇത് പദദാരിദ്ര്യം കൊണ്ടാണോ ദൗർലഭ്യം കൊണ്ടാണോ? അല്ല. പിന്നെ എന്തിനാ തന്നെ പറയണത്? ഉറപ്പിക്കുകയാണ്. അത് തന്നെയാണ്. ഈ സത്യത്തെ അറിഞ്ഞാൽ ഈ ലോകത്തിൻ്റെ കെട്ടുപാടുകളിൽ നിന്ന് മുക്തനായി അമൃതനായി തീരുന്നു, അമൃതന്മാരായി തീരുന്നു. അതുകൊണ്ട് അതിന് പരിശ്രമിച്ചോളൂ. നോക്കൂ, ഇഹ ചേത് അവേദീത് ഇത് അവശ്യകർത്തവ്യദോക്തി വിപര്യയെ വിനാശശ്രുതേ. ഇഹ മനുഷ്യജന്മനി സതി അവശ്യമാത്മാവേദിതവ്യ ഇത്യേതദ് വിധീയതേ. കഥം? ഇഹ ചേത് അവേദീത് വിദിതവാൻ അഥ സത്യം പരമാർത്ഥതത്വം അസ്തി അവാപ്തം തസ്യ ജന്മ സഫലമിത്യഭിപ്രായഃ. ന ചേദിഹാവേദീത് ന വിദിതവാൻ വൃഥൈവ ജന്മ. അപി ച മഹതീ വിനഷ്ടെ മഹാൻ വിനാശഃ ജന്മമരണപ്രബന്ധാവിച്ഛേദപ്രാപ്തിലക്ഷണഃ സ്യാത്. യതഃ തസ്മാത് അവശ്യം തദ്വിച്ഛേദായ ജ്ഞേയഃ ആത്മാ. ഇഹ ചേദവേദീത് ഇത് അവശ്യകർത്തവ്യദോക്തി വിപര്യയെ വിനാശശ്രുതേഃ. ഇഹ മനുഷ്യജന്മനി സതി അവശ്യം ആത്മാ വേദിതവ്യഃ ഇത്യേതദ് വിധീയതേ. കഥമിഹ ചേത് അവേദീത് വിദിതവാൻ അഥ സത്യം പരമാർത്ഥതത്വം അസ്തി അവാപ്തം തസ്യ ജന്മ സഫലം ഇത്യഭിപ്രായഃ. ന ചേദിഹാവേദീത് ന വിദിതവാൻ വൃഥൈവ ജന്മ. അപി ച മഹതി വിനഷ്ടിഃ മഹാൻ വിനാശഃ ജന്മമരണപ്രബന്ധാവിച്ഛേദപ്രാപ്തിലക്ഷണഃ സ്യാത്. യതഃ തസ്മാത് അവശ്യം തദ്വിച്ഛേദായ ജ്ഞേയഃ ആത്മാ. അപ്പോൾ ഇവിടെ ഇഹചേത് അവേദീത് ഇവിടെ അറിഞ്ഞുവെങ്കിൽ, ഇവിടെ മനുഷ്യജന്മനി ഈ മനുഷ്യജന്മത്തിൽ അറിഞ്ഞുവെങ്കിൽ ഇപ്പം ഉണ്ടല്ലോ, അപ്പം അടുത്ത കിട്ടുമെന്ന് അറിയില്ലല്ലോ. കിട്ടിയാലും യോഗ്യമായത് കിട്ടണ്ടേ? അതുമുണ്ടല്ലോ. മനുഷ്യനായി ജനിച്ചു പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ, മനുഷ്യനാവണ്ടേ? അല്ലേ? അത് ഒരു വിഷയം എന്താ വെച്ചാൽ ഈ ഈ ദുർലഭം മാനുഷം ജന്മ എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യജന്മം അതീവ ദുർലഭമാണ്. ദുർലഭം ത്രയമേവ ഇതത് ദൈവാനുഗ്രഹ ഹേതുകം മനുഷ്യത്വം എന്നൊക്കെ പറയുമ്പോൾ ചിലർ പറയും എന്ത് വിഡ്ഢിത്തത്, ഇതെന്താ പുതിയ കാര്യങ്ങളൊന്നും അറിയാതെ പണ്ടുള്ളത് ഇങ്ങനെ ചൊല്ലി ആവർത്തിക്കുക ഈ മൂഢന്മാരെന്ന് പറയും. എന്താ കാരണം? ലോക ജനസംഖ്യ എത്ര കോടിയായി? ഭാരതത്തിൻ്റെ ജനസംഖ്യ എത്രയായി? അതെ,
143 ഒക്കെ വരും. അപ്പോൾ എന്നിട്ടാ പറയണത് ദുർലഭമാണെന്ന്. ഇത്രയും കൂടി മനുഷ്യന്മാരുണ്ടായിട്ട് ദുർലഭമാണെന്ന് പറഞ്ഞാൽ എന്ത് വിഡ്ഢിത്താണ്? ഒരു വിഡ്ഢിത്വമല്ല. മനുഷ്യജന്മം വളരെ ദുർലഭമാണ്. നല്ല വൃത്തിയിൽ എല്ലാം തിരിയെല്ലാം തയ്യാറാക്കി വിളക്കിലിട്ട് എണ്ണ ഒഴിച്ച് ഒലിവെണ്ണ ഒഴിച്ച് അങ്ങനെ കൊണ്ടുപോവുക കത്തിച്ചിട്ട്. ഓരോ മനുഷ്യനെ കാണുമ്പോഴും പൊക്കി നോക്കുക. ഇതെന്താ അത് നട്ടുച്ചയ്ക്ക് വെളിച്ചം കൊണ്ട് പോണത്? നട്ടുച്ച സമയത്താണ്. ഓരോരോ മനുഷ്യനെ കാണുമ്പോൾ വെളിച്ചം അങ്ങനെ പൊന്തിച്ച് നോക്കുക. അല്ല, ഞാൻ മനുഷ്യനെ നോക്കി നടക്കുക അല്ലേ? ഡയോജനസിൻ്റെ പ്രസിദ്ധമായ സംഭവമാണ് ജീവിതത്തിൽ. അതാണ്. മനുഷ്യർ കുറേ എണ്ണമുണ്ട്, ഇരുകാലികൾ കുറേ എണ്ണമുണ്ട്, മനുഷ്യർ എത്ര ഉണ്ട് എന്നുള്ളതാണ്. അതാണ്. ഞാൻ വിചാരിക്കുക ഞാൻ മനുഷ്യനായി എന്ന് വിചാരിക്കുക. വേറെയുള്ളവർക്ക് അറിയുള്ളൂ അവന് മനുഷ്യനെ പറ്റില്ല പറയില്ലേ? അതെ, വളരെ ദുർലഭമാണ്. അപ്പോൾ അത് കിട്ടിയ സ്ഥിതിക്ക് ഉപയോഗിക്കുക. അതാണ് അവശ്യകർത്തവ്യതോക്തി. അവശ്യകർത്തവ്യതായ ഉക്തി. അവശ്യകർത്തവ്യതയുടെ ഉക്തിയാണ് അവശ്യകർത്തവ്യതോക്തി. വിപര്യേ വിനാശശ്രുതി. അല്ലെങ്കിൽ വിപര്യേ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വിനാശശ്രുതി, നശിച്ചു പോകുന്നതാണല്ലോ ശ്രുതി പറയണത്. അപ്പോൾ നിർബന്ധമായിട്ടും ഈ മനുഷ്യജന്മത്തിൽ തത്വജ്ഞാനത്തിന് പരിശ്രമിക്കണമെന്ന് തന്നെ. ഇഹ മനുഷ്യജന്മനി സതി. ഈ മനുഷ്യജന്മമുള്ള സ്ഥിതിക്ക് അവശ്യമാത്മാവേദിതവ്യ. അവശ്യം ഈ ആത്മാവ് അറിയപ്പെടേണ്ടതാണ്. ആര്? ഞാൻ അറിയണം. നീ അവിടെ പോയിട്ട് ശിവനെ അറിയണം, ഇവിടെ പോയി വിഷ്ണു അറിയണം, അവിടെ പോയി ഹിമാലയ അറിയണം, അല്ലെങ്കിൽ ഇപ്പുറത്ത് പോയിട്ട് വേറെ എന്തെങ്കിലും അറിയണം എന്നല്ല പറഞ്ഞത്. നീ നിന്നെ അറിയണം എന്നാണ് പറഞ്ഞത്. എത്ര നല്ലൊരു ഉപദേശം അത്. ബാക്കി ഇപ്പോൾ ശിവനെ അറിയണമെന്ന് പറഞ്ഞോളൂ. എന്ത് ചെയ്യണം? ശിവൻ എവിടെയാണ് ഉള്ളത് എന്നറിയണം. അപ്പോൾ പറഞ്ഞു കൈലാസത്തിലാണ്. കൈലാസത്തിൽ പോയി നോക്കുമ്പോഴോ മുമ്പ് കൈലാസത്തിലില്ല, അവിടുന്ന് വേറെ പോയിരിക്കുക, രണ്ടാം പോയിരിക്കുകയാണ്. പിന്നാലെ പോയി നോക്കുമ്പോൾ അവിടെ നിൽക്കാൻ കഴിയില്ല, ശ്മശാനത്തിൽ നൃത്തം ചെയ്യാൻ പോയതാണ്. ഒരു രക്ഷയില്ല, എവിടെ പോയാലും കിട്ടണില്ല, അവിടെ തേടിപ്പോണ്ടേ. എന്നാൽ പിന്നെ വേണ്ട, വിഷ്ണുവിനെ പോയി പിടിക്കാമെന്ന് വിചാരിച്ചു. വിഷ്ണുവിനെ പോയി പിടിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് 30 രൂപം മാറി മത്സ്യമായി. മത്സ്യത്തിനെ പിടിക്കാൻ പോയപ്പോഴത്തേക്ക് കൂർമായി. ഇതെന്ത് കഥയാണത്? ഒരു രൂപത്തിൽ നിൽക്കണ്ടേ? വലിയ പ്രശ്നമാണ്. അതൊന്നും കണ്ടുപിടിക്കാനല്ല പറഞ്ഞത്, നീ നിന്നെ കണ്ടെത്തണം എന്നാണ് പറയണത്. ഇത് സ്വീകാര്യമല്ല. ശ്രദ്ധ ചെയ്യാം. നീ നിന്നെ അറിയണം, വേറൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇഹ മനുഷ്യജന്മനി സതി അവശ്യം ആത്മാവേദിതവ്യ. താൻ ആരെന്നറിയേണ്ടതാകുന്നു. അവശ്യം. നമ്മളുടെ ജീവിതം മുഴുവൻ അറിയപ്പെടുന്നവയ്ക്ക് പിന്നാലെയാണ്. അറിയപ്പെടുന്നവയ്ക്ക് പിന്നാലെ ഏതൊക്കെ ശാഖോപശാഖകളായിട്ട് വിജ്ഞാനീയം നിലകൊള്ളുന്നുണ്ടോ എല്ലാം അറിയപ്പെടുന്നവയെ അറിയാനാ, അല്ലേ? അതെ. അവയൊക്കെ അറിയുന്ന ഞാനാര്? അവശ്യം വേദിതവ്യഹാം ഇത്യേതദ് വിധീയതേ. ഇത് വിധിക്കപ്പെടുന്നു. കഥം? എങ്ങനെയാ? ഇഹ അവേദീത് ചേത് വിദിതവാൻ അധ സത്യം. ഇവിടെ അറിഞ്ഞുവെങ്കിൽ അനന്തരം സത്യമായി. എന്താ സത്യമായി എന്ന് പറഞ്ഞ അർത്ഥം? പരമാർത്ഥ തത്വം അസ്തി അവാപ്തം. പരമാർത്ഥ സത്യം നേടപ്പെട്ടതായി, ജന്മം സഫലമായി, കൃതാർത്ഥായി. തസ്യ ജന്മ സഫലമിത്യഭിപ്രായ. അവൻ്റെ ജന്മം സഫലമാകുന്നു എന്ന അഭിപ്രായം. ഇത് ഭാഷ്യകാരൻ്റെ അഭിപ്രായമാണ്, ഇത് ശ്രുതിയുടെ അഭിപ്രായമാണ്.
ന ചേതി ഹാവേദീത്. ഇവിടെ അറിഞ്ഞില്ലെങ്കിലോ, അപ്പോൾ ഈ അറിഞ്ഞില്ലെങ്കിലോ എന്ന് പറഞ്ഞാൽ രണ്ടിനും നമുക്ക് സാധിക്കും. അറിയേണ്ടുന്ന ക്രമത്തിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്താം, അല്ലാത്ത ജീവിതത്തിൽ നയിക്കാം. നമ്മളെ സ്വാതന്ത്ര്യമാണത്. അല്ല, നമ്മളാണ് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടത്. നമ്മളാണ് ഏത് മാർഗത്തിൽ പോകണമെന്ന് തീരുമാനിക്കേണ്ടത്. നമ്മളാണ് എങ്ങനെ ഇതിനെ വിനിയോഗിക്കണമെന്ന് തീരുമാനിക്കേണ്ടത്. ഇവിടെ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും വരുന്ന ഒരാളുണ്ടായിരുന്നു. എല്ലാ ദിവസവും മരിച്ചു പോയിപ്പോൾ ഇല്ല. നമ്മൾ വലിയ സ്നേഹം, അതാണല്ലോ എല്ലാ ദിവസവും വരുന്നത്. നല്ല പിരിപിരിയായിട്ടാണ് വരിക. വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരും, ഒരു കഷ്ണം ശർക്കര എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരും, അല്ലെങ്കിൽ ഒരു കായ. വെറും കയ്യോടുകൂടി വരാറില്ല. അച്ഛൻ എന്നാണ് നമ്മളെ വിളിക്കുക, അച്ഛൻ. അധിക ദിവസം എന്തെങ്കിലും പരിക്കുണ്ടാവും അദ്ദേഹത്തിന്. അച്ഛോ അവനങ്ങ് അടിച്ചു. അപ്പോൾ നിങ്ങൾ തോന്നിയാസം പറഞ്ഞിട്ടല്ലേ, കിട്ടണം നിങ്ങൾക്ക്. ഇനിയും പറയും അടി വാങ്ങിക്കൊല്ലാണ്ടെന്ന്. എന്താ ചെയ്യും? അതെ, പിറ്റേന്ന് വരും ഇവിടെ വന്നിട്ട്. അത് എന്തെങ്കിലും ശർക്കരയോ കായ എന്തെങ്കിലും ഉണ്ടാവും. അത് വെച്ച് അച്ഛോ എന്നെ അവനെന്ന് തെറി വിളിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾ തോന്നിയാസം പറഞ്ഞിട്ടല്ലേ. ഞാൻ ഇനിയും പറയും അച്ഛൻ എന്നെ വേണം, വേഗം പോയി തെറ്റിപ്പോവും, അന്നേരം പോവും, പിന്നെ അവിടെ നിൽക്കില്ല. പിറ്റേന്നും വരും. ഇതാണ് ദിവസവും പാവം. എന്തൊരു സ്നേഹമായിരുന്നെന്നറിയാം. ഇവിടെ അടുത്തായിരുന്നു വീട്, വളരെ അടുത്ത്, വലിയ സ്നേഹം. പിറ്റേന്ന് രാവിലെ ഒക്കെ കാണുമ്പോൾ ഒരു നാണം വരും അദ്ദേഹത്തിന്. കാരണം രാവിലെ ഉണ്ടാവില്ല. അപ്പോൾ കാണുമ്പോൾ ഒരു നാണം പോലെയൊക്കെ തലേന്ന് ഇങ്ങനെ ഉണ്ടായല്ലോ എന്നുള്ളൊരു നാണം ഉണ്ടാവും. പക്ഷേ പിറ്റേന്ന് വൈകുന്നേരം വീണ്ടും വരും, ഈ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെ തന്നെയാണ്, അച്ഛനെന്നെ വേണം. ഞാൻ തെറിയനെയും പറയും, കൊണ്ടോ അടി കൊണ്ടോ, അല്ലാണ്ട് കൊള്ളും. ചിന്തിക്കുക. അപ്പോൾ ശ്രുതി നമ്മളോട് ആരോടും നീ തത്വജ്ഞാനിയാവൂന്ന് പറയണില്ല, ആവണ്ടെന്ന് പറഞ്ഞിട്ടില്ല. തീരുമാനം നമ്മുടേതാ, അല്ലേ? അതാണ്. അപ്പോൾ കാരുണ്യത്തോടു കൂടി പറയുക, ഒന്ന് സഫലാക്കിക്കോളൂ കേട്ടോ. അതാ സത്യം നചേതി ഹാവേദി. ഇവിടെ മനുഷ്യനായി ജനിച്ചിട്ടും ഈ സത്യബോധമില്ലാതെ മരിച്ചു പോയാലോ? മരിക്കണം എന്നുള്ളൊരു സംശയമില്ലല്ലോ. അപ്പോൾ കുപ്പായ ഊരുന്നതിന് മുമ്പ് വേണമല്ലോ ഇതൊക്കെ. വല്ലതും നേടണം വെച്ചാൽ നേടാം. കുപ്പായ ഊരിക്കഴിഞ്ഞാൽ പിന്നെ എവിടെ നേടാനാ? ഒന്നും നേടാൻ കഴിയില്ല.